ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേരായിട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പെഡിക്യൂർ വീഡിയോയാണ്. അപ്പോൾ ഈ മാനിക്യൂർ വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷം അതിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെഡിക്യൂർ വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ വീഡിയോ ആണ് കേട്ടോ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പെഡിക്യൂർ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ട്ടോ ഇത്. നമ്മുടെ കാലിലുള്ള ടാനും കാര്യങ്ങളൊക്കെ പോയി നല്ല സ്മൂത്തായിട്ടുള്ള കാല് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് വന്നിട്ട് സോക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കുറച്ച് പച്ചവെള്ളം കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ കാലിന് പറ്റിയ ഒരു ചൂടില്ലേ, ലൂക്ക് വാം വാട്ടർ എന്നൊക്കെ പറയില്ലേ, ആ രീതിക്ക് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കല്ലുപ്പില്ലേ, അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ കുറച്ച് ഷാമ്പുവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതാണ് നാരങ്ങയുടെ കുറച്ച് നീര്, നാരങ്ങ നീര്, ഒരു പകുതിയോളം നാരങ്ങയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ നീര് എടുത്തതിന് ശേഷം തൊണ്ടും അതിനകത്തോട്ട് തന്നെ ഇട്ടേക്കാം കേട്ടോ. നമുക്ക് അത് വെച്ചിട്ട് സ്ക്രബൊക്കെ ചെയ്ത് കൊടുക്കാനും കാലിൽ ഇങ്ങനെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഒരു സോപ്പി ആയിട്ട് നല്ല പതപ്പിച്ച് അങ്ങനെ എടുക്കുക, നമ്മൾ കാല് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കാല് രണ്ടും വെള്ളത്തിലോട്ട് വെക്കാം. നമുക്ക് സോക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 15 തൊട്ട് ഒരു 20 മിനിറ്റ് വരെ സോക്ക് ചെയ്യാം കേട്ടോ. നമ്മളിത് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ ആ ഒരു റഫ്നെസ്സൊക്കെ ഒന്ന് മാറി ഇത്തിരി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴൊക്കെ നല്ല ഡെഡ് സ്കിൻസൊക്കെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കൊരു റിലാക്സേഷനും കൂടി വേണ്ടിയിട്ടാണ്. നമ്മളീ പെഡിക്യൂർ ചെയ്യുമ്പോൾ അതിന് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കാലിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് സഹായിക്കും കേട്ടോ. വിണ്ട് കീറൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, എന്തെങ്കിലും ക്രാക്ഡ് ആയിട്ടുള്ള ഹീൽസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുന്നതോടെ അതൊക്കെ നമുക്ക് മാറി കിട്ടും കേട്ടോ മെയിനായിട്ട്. പിന്നെ ഡെഡ് സ്കിൻസൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടും, കാല് നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ സോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത് എക്സ്ഫോളിയേറ്റ് അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. ഞാൻ ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് ഇനി കാലിലെ പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് വൈറ്റ് ബ്രഷ് ഇല്ലേ, ആ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണതാണ് കാലിൽ. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാല് സോഫ്റ്റനാവും. അപ്പോൾ പെട്ടെന്ന് അഴുക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ കണ്ടോ, ആ ഒരു ഏരിയയിലൊക്കെ നല്ല രീതിയിൽ നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. കാലിൻ്റെ അടിയിലും എന്തായാലും ബ്രഷ് ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ വിരലിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ടൂളിനെ വിളിക്കണത് ഫുഡ് പെഡിക്യൂർ ബ്രഷ് എന്നാണ് കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ ഈ സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പല്ല് തേക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ബ്രഷ് ഇല്ലേ, ആ ബ്രഷ് ഉണ്ടെങ്കിലും മതി. അത് വെച്ചിട്ട് കാല് ഫുള്ളായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അഴുക്ക് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് കാല് അഴുക്കൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് അതിനുശേഷം ഞാൻ ഈ പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ട് എൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ നല്ല സോഫ്റ്റനാക്കി കൊടുക്കുവാണ്ട്. പയ്യെ നമ്മൾ ഉരച്ച് കൊടുക്കണം, ഭയങ്കര ഹാർഡായിട്ട് കൊടുക്കരുത്. കാലിലാണ് ശരിയാണ് പെട്ടെന്ന് ഭയങ്കര റഫായിട്ടുള്ള സ്കിന്നാണ്, എങ്കിൽ പോലും നമ്മൾ അത്ര ഹാർഡ്നെസ്സിലിട്ട് ഉരക്കരുത് കേട്ടോ. ഈ പ്യൂമിക് സ്റ്റോൺ കാര്യം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഉരക്കാൻ പറ്റും കേട്ടോ. എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അലക്കല്ലില്ലേ, ആ അലക്കല്ലിൻ്റെ മുകളിൽ കാലിങ്ങനെ ഉരച്ചു കൊടുത്താലും മതി. പണ്ടുള്ളവരൊക്കെ അങ്ങനെ അലക്കല്ല് അല്ലെങ്കിൽ കല്ല് പോലത്തെ സംഭവങ്ങളിലൊക്കെ ഇട്ടാണല്ലോ ഉരക്കാറ്. അപ്പോൾ അങ്ങനെയാണെങ്കിലും മതി. കാല് നല്ല രീതിയിൽ സോക്ക് ചെയ്തിട്ട് അങ്ങനെ ഉരച്ചു കൊടുത്താലും മതി, പ്യൂമിക് സ്റ്റോൺ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. എൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ തഴമ്പ് ഉണ്ട്. അപ്പോൾ ആ തഴമ്പിൻ്റെ അവിടെയൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ ബഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെ. നെക്സ്റ്റ് നമ്മൾ നഖമൊക്കെ വെട്ടി കാലൊക്കെ നല്ല വൃത്തിയാക്കുക എന്നുള്ളതാണ്. എൻ്റെ നഖത്തിന് അത്ര നീളം ഇല്ലാത്ത കാരണം ഞാൻ അധികം വെട്ടി കൊടുത്തില്ല. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നഖം വെട്ടി ഷോർട്ടാക്കാറുണ്ട്. എനിക്കങ്ങനെ ലോങ് ആയിട്ടുള്ള കാലിലങ്ങനെ നഖം വളർത്താൻ പറ്റാറില്ല, എപ്പോഴും ഒടിഞ്ഞൊടിഞ്ഞ് പോകാറുണ്ട് എവിടെയെങ്കിലുമൊക്കെ തട്ടി. നല്ല നീളമുള്ള നഖമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെ സൈഡൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് ഇതുപോലെ അകത്തുനിന്നൊക്കെ നല്ല രീതിയിൽ അഴുക്കുകളൊക്കെ നമ്മൾ പുറത്തോട്ടെടുത്ത് കളയുക എന്നുള്ളതാണ്. ഇപ്പം നല്ലവണ്ണം ഇത് കുതിർന്നിരിക്കുള്ളൂ അഴുക്കുകൾ. അപ്പോൾ സുഖമായിട്ട് നമുക്കതെടുത്ത് പുറത്തോട്ട് കളഞ്ഞ് നമ്മുടെ നെയിൽസൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കാല് വൃത്തിയാക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു പാക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണോളം
കടലപ്പൊടിയാണ്, കടലമാവ് എടുക്കുക. അതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ മിൽമയുടെ തൈരാണ് ആഡ് ചെയ്യണത്. ഇപ്പോൾ തൈരില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് പാലാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം തേനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേൻ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ അത്രയും ഒരു കസ്തൂരി മഞ്ഞൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മഞ്ഞൾ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ മഞ്ഞളാണെങ്കിലും മതി കേട്ടോ. അതിനുശേഷം കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഒലീവ് ഓയിലൊന്നും ഉണ്ടായില്ല. അത് കാരണം ഞാൻ കോക്കനട്ട് ഓയിൽ സാധാരണ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ ഒരു സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കി നമ്മൾ എടുക്കുക നമ്മുടെ കാലിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് കട്ടി കൂടുതലായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഒരു അധികം തിക്കും അല്ല എന്നാൽ അധികം ലൂസും അല്ലാത്ത രീതിയിലുള്ള ഒരു പാക്കാണ് നമുക്ക് വേണ്ടത്. ആ രീതിയിലോട്ട് ഞാൻ എത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട്. ഇപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്പൂണിൽ എടുക്കുമ്പോൾ ഇതുപോലെ നല്ലോണം വിട്ട് വരണം. ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ടാണ് ഞാൻ പാക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി വേറൊന്നുമില്ല, നേരെ നമ്മൾ ഡ്രൈ ആയ കാലിലോട്ട്, നമ്മൾ നേരത്തെ സോക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഡ്രൈ ചെയ്ത് വെക്കണം കേട്ടോ കാല്. അപ്പം അതിനകത്തോട്ട് ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നഖത്തിൻ്റെ അടുപ്പിച്ച് ഇടരുത്. കാരണം കാലിലത്തെ അഴുക്ക്, നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ നമ്മൾ ഇപ്പോൾ നേരത്തെ കളഞ്ഞതാണ്. അപ്പോൾ ഈ പാക്ക് ഇനി കാലിൻ്റെ അകത്തോട്ട് പോകാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുമാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ നമ്മുടെ പൊങ്ങി നിൽക്കുന്ന എല്ലൊക്കെ ഇല്ലേ കാലിൻ്റെ അവിടെ 2 സൈഡിലും ഭയങ്കര കറുത്തിട്ടായിരിക്കുമല്ലോ അവിടെയൊക്കെ. അപ്പോൾ അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പാക്ക് അവിടെ അപ്ലൈ ചെയ്യുക. കാരണം ആ ഒരു കറുപ്പ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാലിൻ്റെ ആ വിരലിൻ്റെ അവിടെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കറുത്ത ഒരു ഇതുണ്ട്. കാരണം ഷൂ ഒക്കെ ഇട്ടിട്ട് എപ്പോഴും ടൈറ്റായിട്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു പാട് പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു കറുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടോ ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം അവിടെയൊക്കെ ഒത്തിരി കറുപ്പ് കൂടുതലായിരിക്കും നമ്മുടെ കാലിനൊക്കെ. അങ്ങനെ നമ്മുടെ ഫുൾ 2 കാലിലും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പാക്ക് ഫുള്ളായിട്ട് 2 കാലിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 to 20 മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുക കേട്ടോ. അങ്ങനെ 20 മിനിറ്റ് വച്ചതിന് ശേഷം കാലിൽ ആ പാക്ക് ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകുന്നത് കേട്ടോ. ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കഴുകുന്നത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. വേറൊന്നുമില്ല, നമ്മൾ കാലിപ്പോൾ സാധാ വെള്ളം മറ്റേ പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചാണ് കഴുകുന്നതെന്നുണ്ടെങ്കിലും കാല് വെച്ചിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു എക്സ്ഫോളിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നൊക്കെ സ്മൂത്തായി കാല് നല്ല അടിപൊളിയായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ 2 കാലും നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ പാക്കൊക്കെ ഫുള്ളായിട്ട് കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കാല് രണ്ടും ഒന്ന് തുടച്ച് വൃത്തിയാക്കുക, ഒന്ന് ഡ്രൈ ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് മോയ്സ്ചറൈസറാണ് കേട്ടോ. കാല് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് നിവ്യയുടെ ഒരു ബോഡി മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നറിഷിങ് ലോഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു കോയിൻ സൈസ്ഡ് എമൗണ്ട് എടുത്തിട്ടാണ് ഞാൻ കാലിൽ 2ലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നഖത്തിലധികം ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ഞാൻ നെയിൽ പോളിഷ് ഇടുന്നുണ്ട്. അതുകൊണ്ടാണ്. നെയിൽ പോളിഷ് ഒന്നും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നഖത്തിലും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നല്ലതാണ് കേട്ടത്. അപ്പോൾ എൻ്റെ ഇപ്പം ഞാൻ നഖത്തിൽ ഇട്ട് കൊടുക്കുന്നില്ല. ബാക്കി കാലിൽ എവിടെയൊക്കെയാണ് പാക്കൊക്കെ ഇട്ടത് അവിടെയൊക്കെ നല്ല രീതിയിൽ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നഖത്തിൽ ഇട്ട് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ
പാകത്തിൽ ഈ മോയ്സ്ചറൈസർ ആയി കഴിഞ്ഞാൽ നെയിൽ പോളിഷ് അടിക്കുമ്പോൾ അത് കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കില്ല. അതുകൊണ്ടാണ് ഒരു റഫായിട്ടുള്ള ഒരു നഖമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നെയിൽ പോളിഷ് കുറേ നാളത്തേക്ക് നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ 2 കാലും നല്ല രീതിയിൽ മോയ്സ്ചറൈസർ ഇട്ട് മസാജ് ചെയ്ത് റിലാക്സ് ആക്കി എടുക്കുക കാല്. അപ്പം നമ്മുടെ ഫൈനലായിട്ടുള്ള പരിപാടിയാണ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഞാനിവിടെ ഒരു റെഡിഷ് ഒരു മെറൂണിഷ് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കാലിൽ പൊതുവേ എനിക്കൊരു ഡാർക്കർ ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഭംഗി തോന്നിയിരിക്കുന്നത് കേട്ടോ. പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമുള്ളത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നല്ല സ്മൂത്ത് സോഫ്റ്റ് ആയിട്ടുള്ള കാല് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം കേട്ടോ. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്തേക്കുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.